മത്സരിച്ച് പണപ്പിരിവുമായി ലോകം ചുറ്റുന്ന എംപിയും എംഎൽഎയും. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തുടങ്ങിയതാണ് മധ്യ തിരുവിതാംകൂറിലെ ഒരു എംപിയും ഒരു എംഎൽഎയും ലോകം ചുറ്റി നടന്നുള്ള പണപ്പിരിവും സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടലും. എംഎൽഎ ആണെങ്കിൽ പണപ്പിരിവ് കൂടാതെ നാട്ടിലെ ജനങ്ങളെ മറന്നുകൊണ്ട് സുഖവാസത്തിലുമാണ്. അതുകൂടാതെ ചില ബിസിനസ് കാര്യങ്ങളും ഈ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. എന്താണെങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോടികൾ സ്വന്തം അക്കൗണ്ടിൽ വന്നുകൂടിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കടം കയറി മുടിഞ്ഞു എന്നാണ് പരാതി പറച്ചിൽ. എന്നാൽ കോടികൾ സ്വന്തം കീശയിലും അക്കൗണ്ടിലും ലഭിച്ച ആളാണ് കടം കയറി മുടിഞ്ഞു എന്ന് പറയുന്നതെന്നതാണ് വിരോധാഭാസം. വിദേശത്തുള്ളവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട്. കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ അവസരം ലഭിച്ചാൽ പിന്നെ പണമല്ല എന്ത് വേണമെങ്കിലും ഇത്തരക്കാർക്ക് കൊടുക്കാൻ അവർ റെഡിയാണ്. ചോദിക്കാത്ത കുഴപ്പമേ ഉള്ളൂ. അതൊക്കെ മാന്യന്മാർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഈ പണപ്പിരിവ് പരിപാടി തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായില്ലേ? കാഴ്ചയ്ക്ക് വളരെ മാന്യനും സത്യസന്ധനുമാണെന്ന് എല്ലാവർക്കും തോന്നുമെങ്കിലും ആള് ഭൂലോക ഉടായിപ്പാണെന്ന് ജോസഫ് പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിന് വരെ പറയുന്നത്. സത്യസന്ധരായി കൂടെ നടന്നവരെയെല്ലാം ചതിച്ച പാരമ്പര്യമാണ് ഈ മാന്യദേഹത്തിനുള്ളത്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കാലങ്ങളായി കൂടെ നടന്നവരെല്ലാം ആട്ടിപ്പായിക്കുകയും പുറം കാലിന് തൊഴിച്ച് പുറത്താക്കുകയും ചെയ്തു. അത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പറച്ചിലൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്ന് ആർക്കാണ് അറിയാൻ വയ്യാത്തത്. തെരഞ്ഞെടുപ്പിന് മുൻപ് എങ്ങനെയെങ്കിലും അവരെയെല്ലാം പുറത്താക്കണമെന്നൊരു ചിന്ത ഇദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ വീതം അവർക്ക് കൂടി കൊടുക്കണമല്ലോ എന്ന ഭയവും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മറ്റൊരു മാന്യ അദ്ദേഹമുണ്ട്. അദ്ദേഹം ഒരു എംഎൽഎ ആണ്. വർഷങ്ങളായി ലോകം മുഴുവൻ ചുറ്റി നടന്ന് പിരിവാണ്. അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഡോളറും ദിനാറും ദിർഹവും ഒക്കെയാണ്. ഒരു വർഷം ഒരു 3-4 വിദേശ പര്യടനമൊക്കെ നടത്തും. ഈ പോകുന്ന വഴിക്ക് കിട്ടുന്നതെല്ലാം കൂട്ടിവെച്ച് വിദേശത്തെത്തും. നാട്ടിലും വലിയ ഹോട്ടലുകളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് ജനസംസാരം. മധ്യ തിരുവിതാംകൂറിലെ പല പ്രമുഖ ബാർ ഹോട്ടലുകളിലും അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ബാർ കോഴ കേസിൽ ബിജു രമേശിനൊപ്പം കൂടി KM മാണിക്കെതിരെ രംഗത്ത് വന്നവരും ഇതിൽ ഉൾപ്പെടുന്നു എന്ന ആരോപണവും നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തയച്ച ഈ ജനപ്രതിനിധിയെ ജനങ്ങൾക്കൊന്ന് കാണണമെങ്കിൽ മഷിയിട്ട് നോക്കേണ്ട അവസ്ഥയാണ്. എന്നും വിദേശത്തായതിനാൽ ആ നാട്ടിലെ റോഡുകളുടെ ഒന്നും അവസ്ഥ ഈ MLAക്ക് അറിയില്ല. പല റോഡുകളിൽ കൂടി ഇപ്പോൾ വാഹനങ്ങൾക്ക് ഓടാൻ പോയിട്ട് മനുഷ്യർക്ക് നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ മനം മടുത്ത നാട്ടുകാർ മാത്രമല്ല, MLAയുടെ സ്വന്തം മുന്നണിയിലെ ആൾക്കാർ വരെ റോഡിൽ വാഴ വെച്ച് MLAക്കെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച കടുത്തുരുത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് സമരം വരെ നടത്തുകയുണ്ടായി. എന്നാൽ എല്ലാം സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് തടി തപ്പാനുള്ള ശ്രമമാണ് MLA നടത്തുന്നത്. മരിച്ചടക്കും കല്യാണവും കൂടി നടന്നാൽ വീണ്ടും ജയിക്കാമെന്ന വിശ്വാസമാണ് ഇപ്പോഴും അദ്ദേഹത്തിനുള്ളത്. വികസന മുരടിപ്പിനെതിരെ സമരം ചെയ്യുന്നവർക്കാണെങ്കിലോ MLA ആണ് അതിന് ഉത്തരവാദിയെന്ന് നേരിട്ട് പറയാനുള്ള ധൈര്യമൊട്ടില്ല താനും.